ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 12 ശ്ലോകം 5 കഴിഞ്ഞു. വരാഹമൂർത്തി അവതരിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ വലിയ രൂപം കൈക്കൊണ്ടു ഘോരമായിട്ട് ഗർജിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി 6ാമത്തെ ശ്ലോകത്തിൽ ആ ശബ്ദം കേട്ട് സകല ലോകത്തിലുമുള്ള മുനിമാർക്ക് മനസ്സിലായി ഇതാ ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞു എന്ന്. അങ്ങനെ അവർ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ആ സ്തുതി കേട്ട് അവരെ കടാക്ഷത്താൽ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ കാരണജലത്തിലേക്ക് ആടി ഉലയുന്ന സമുദ്രത്തിലേക്ക് എടുത്തു ചാടുകയാണ്. അതാണ് 6ാമത്തെ ശ്ലോകം. തം തേ നിനാദമുപകർണ്യ ജന തപസ്ഥ സത്യസ്ഥിതാശ്ച മുനയോ നുനുവുർഭവന്തം തത് സ്തോത്രഹർഷുലമന പരിണദ്യ ഭൂയ തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം. പദങ്ങളുടെ അർത്ഥം നോക്കാം. തം തേ നിനാദം, അങ്ങയുടെ ആ ഭയങ്കരമായ നിനാദം ശബ്ദം കേട്ടിട്ട്, ഉപകർണ്യ കേട്ടിട്ട്, ജന തപ സത്യ സ്ഥിതാശ്ച മുനയോ, സത്യലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന മുനിമാരും അതുപോലെ തന്നെ ജനലോകം തപലോകം എന്നുള്ള സ്ഥലത്തൊക്കെ അവിടെയൊക്കെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള മുനിമാരാണ്. അവരെല്ലാവരും എന്ത് ചെയ്തു? നുനുവുർഭവന്തം, ഭഗവാന്റെ അവതാരമാണ് ഇത് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങയെ സ്തുതിക്കാൻ തുടങ്ങി. തത് സ്തോത്രഹർഷുലമന, ആ സ്തോത്രത്താൽ ഭഗവാൻ വളരെ സന്തോഷിച്ചു. ഭൂയ പരിണദ്യ, വീണ്ടും അവിടുന്ന് വലുതായിട്ട് ശരീരം വലുതാക്കുകയും ചെയ്തു, ഉറക്കനെ ഗർജിക്കുകയും ചെയ്തു. തോയാശയം, ആ പ്രളയജലത്തിലേക്ക് വിപുലമൂർത്തി ഭയങ്കരമൂർത്തിയായ വരാഹ അവതാരം അവാതരസ്ത്വം, താഴോട്ട് കുതിച്ച് ചാടി ആ വെള്ളത്തിലേക്ക് പ്രവേശിച്ചു. തം തേ നിനാദം ഉപകർണ്യ, ഭഗവാന്റെ ആ ശബ്ദത്തെ കേട്ട ഉടനെ മുനിമാർക്ക് മനസ്സിലായി ഇതാ ഭഗവാന്റെ ശബ്ദമാണത്, ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞു എന്ന്. അങ്ങനെ അവർ അത്യന്തം ആനന്ദിച്ചു. ജന തപസ്ഥ സത്യസ്ഥിതാശ്ച, ജനലോകം തപലോകം സത്യലോകം ഇവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്ന മുനയോ മുനിമാർ നുനുവുർഭവന്തം, ഭഗവാനെ തിരിച്ചറിഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങി. തത് സ്തോത്രഹർഷുലമന, ആ സ്തോത്രം കേട്ട് ആ സ്തുതികളിൽ തന്നെ സ്തുതിക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന വിധത്തിൽ ഭഗവാൻ പരിണദ്യ ഭൂയ, വീണ്ടും ഇങ്ങനെ വലുതായി ശബ്ദമുണ്ടാക്കി. സ്തോയാശയം, ആ സമുദ്രത്തിലേക്ക് ഇളകി മറിയുന്ന കാരണജലത്തിലേക്ക് വിപുലമൂർത്തി, വലിയ ഭയങ്കരമായിട്ടുള്ള വരാഹമൂർത്തി അവാതരസ്ത്വം, ഇറങ്ങിച്ചെന്നു, അല്ലെങ്കിൽ ചാടി കുതിച്ചു ചാടി ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് എന്നാണ്. ഒന്നുകൂടി നോക്കാം, ചൊല്ലാം. തം തേ നിനാദമുപകർണ്യ ജനസ്തപസ്ഥ സത്യസ്ഥിതാശ്ച മുനയോ നുനുവുർഭവന്തം തത് സ്തോത്രഹർഷുലമന പരിണദ്യ ഭൂയ തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം. പിന്നെന്തുണ്ടായി? അടുത്ത ശ്ലോകം. പ്രളയജലത്തിലേക്ക് എടുത്തു ചാടുന്ന ഭഗവാനെ ഭൂമിയെ രക്ഷിക്കാനായിട്ട്, അതുപോലെ സകല ജീവജാലങ്ങൾക്കും ആവാസസ്ഥാനം ഉണ്ടാക്കി കൊടുക്കാനായിട്ട്, ഹിരണ്യാക്ഷൻ്റെ ജന്മം ഇല്ലാതാക്കാനായി, അദ്ദേഹത്തിൻ്റെ ആ ഒരു ജന്മം അവസാനിപ്പിക്കാനായിട്ട് അവതരിച്ച ഭഗവാൻ പ്രളയജലത്തിലേക്ക് എടുത്തു ചാടുന്ന ആ രൂപത്തെ വർണ്ണിക്കുകയാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ. ഊർധ്വപ്രസാരി പരിധൂമ്ര വിധൂതരോമ പ്രോത്ക്ഷിപ്തവാലധിരവാങ്മുഖ ഘോരഘോണ
തൂർണപ്രദീർണ ജലദ പരിഘൂർണ ദക്ഷ്ണ സ്തോത്യൂൻ മുനീൻ ശിശിരയൻ അവതേരിധ ത്വം. അർത്ഥം നോക്കാം. ഊർധ്വ പ്രസാരി പരിധൂമ്ര വിധൂത രോമ. ഊർധ്വം എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുന്ന, നീളമുള്ള, അതാണ് പ്രസരി, നീളമുള്ളതും സകലയിടത്തും വ്യാപിച്ചു നിൽക്കുന്നതും എഴുന്നേറ്റ് നിൽക്കുന്നതും ആയിട്ടുള്ള പരിധൂമ്രം, ചെമ്പിച്ച നിറമുള്ള, വിധൂത, ഇളകിക്കൊണ്ടിരിക്കുന്ന രോമ. വരാഹമൂർത്തിയുടെ, പന്നിയുടെ രോമങ്ങളൊക്കെ ഇങ്ങനെ മുകളിലേക്ക് ആ ചാട്ടത്തിൻ്റെ ശക്തി കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയും ഇളകുകയും ചെയ്തിരുന്നു. ചെമ്പിച്ച നിറമാണ് അതിനുണ്ടായിരുന്നത്. പ്രോക്ഷിപ്തവാലധി, വാല് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അവാങ്മുഖ, മുഖം താഴോട്ട് നോക്കിയിട്ടാണ് ചാടുന്നത്. ഭൂമിയെ തിരയാനല്ലേ ചാടുന്നത്, അപ്പോൾ ചാടുമ്പോൾ തന്നെ മുഖം താഴ്ത്തിയിട്ടാണ്. ഘോര ഘോണ, നാസിക, ഭയങ്കരമായിട്ടുള്ള നാസിക താഴ്ത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. തൂർണപ്രദീർണ ജലത, തൂർണ എന്ന് പറഞ്ഞാൽ വേഗ, പ്രദീർണ എന്ന് പറഞ്ഞാൽ പിളർന്ന, ജലദം മേഘം, മേഘങ്ങളെയൊക്കെ പൊടിയാക്കിയിട്ട് ഛിന്ന ഭിന്നമാക്കി 4 ഭാഗത്തേക്കും ഓടിക്കുന്നത് പോലെ മേഘങ്ങളെ പിളർന്നുകൊണ്ട്, പരിഘൂർണ ദക്ഷ്ണ, വട്ടം കറങ്ങുന്ന കണ്ണുകൾ കൊണ്ട് അങ്ങനെ നോക്കിക്കൊണ്ട്, ശിശിരയൻ സ്തോത്ര്യോന്മുനീൻ, തന്നെ സ്തുതിക്കുന്ന ആ മുനിമാരെ നോക്കിക്കൊണ്ട്, ത്വം, അങ്ങ്, ശിശിരയൻ, അവരെ കുളിർപ്പിച്ചുകൊണ്ട്, തൻ്റെ കടാക്ഷം കൊണ്ട്, ഇങ്ങനെ ഭീകരമായിട്ടുള്ള രൂപമാണെങ്കിലും സ്തുതിക്കുന്ന മുനിമാരെ അതിനിടയിൽ കൂടി ഒന്ന് നോക്കി അവരെ അനുഗ്രഹിക്കുന്നത് പോലെ കടാക്ഷിച്ചുകൊണ്ട്, അവതേരിതത്വം, അവിടുന്ന് സമുദ്രത്തിൻ്റെ അഗാധതലത്തിലേക്ക് എടുത്ത് ചാടി എന്നാണ്. ആ ചാടുന്ന രൂപമാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിട്ടുള്ളത്. ഊർധ്വ പ്രസാരി പരിധൂമ്ര വിധൂത രോമ, ഉയർന്നു നിൽക്കുന്നതും ഇളകുന്നതും ചെമ്പിച്ചതും നീണ്ട് സകലയിടത്തും ഇങ്ങനെ ചാടുന്ന ആ കാറ്റിൻ്റെ ശക്തി കൊണ്ട് ഇങ്ങനെ രോമമൊക്കെ ഇളകി വ്യാപിക്കുന്നതായിരുന്നു. അങ്ങനെയുള്ള ആ പ്രോക്ഷിപ്തവാലധി, ആ വാല് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അവാങ്മുഖ ഘോര ഘോണ, ഘോണ എന്ന് പറഞ്ഞാൽ മൂക്ക്, പന്നിക്കൊക്കെ മൂക്ക് പ്രധാനമാണല്ലോ, ആ മൂക്ക് ഭയങ്കരമായിട്ട് ഉള്ള ആ നാസിക താഴ്ത്തിപ്പിടിച്ചുകൊണ്ട്, തൂർണപ്രദീർണ ജലത, ജലതങ്ങളെ, ജലം വഹിക്കുന്നതിനെ, മേഘങ്ങളെ പൊടിയാക്കിയിട്ട് 4 ഭാഗത്തേക്കും ഛിന്ന ഭിന്നമാക്കിയിട്ട്, പരിഘൂർണ ദക്ഷിണ, വട്ടം കറങ്ങുന്ന കണ്ണുകൾ കൊണ്ട്, ശിശിരയൻ സ്തോത്ര്യോന്മുനി, തന്നെ സ്തുതിക്കുന്ന മുനിമാരെ സന്തോഷിപ്പിക്കുന്ന വിധം, അവരെയൊരു കുളിർമ, ശിശിരം ഉണ്ടാക്കുന്ന വിധത്തിൽ നോക്കിക്കൊണ്ട്, അവതേരിതത്വം, അവതാരം എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് ഇറങ്ങി വരിക എന്നാണ്. അവതേരിതത്വം, അവിടുന്ന് താഴേക്ക് ചാടി. നമ്മൾ നാമം ചൊല്ലുമ്പോൾ മീനായതും കൂർമ്മമതായതും നീ, പീനം വരാഹാകൃതി പൂണ്ടതും നീന്ന് ചൊല്ലാറുണ്ട്. അപ്പോൾ ആ പീനമായ തടിച്ച വരാഹത്തിൻ്റെ ആകൃതി പൂണ്ട ഭഗവാനെ എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർക്കണം. എന്തിനാണ് ഭഗവാൻ ആ രൂപം ധരിച്ചത്? ഈ ഭൂമിയെ രക്ഷിക്കാനാണ് എന്നുള്ള കാര്യം, ഈ രൂപവും ഒക്കെ അങ്ങനെ മനസ്സിൽ വന്നാൽ അതൊരു പ്രത്യേക അനുഭൂതിയായിരിക്കും. രാമായണത്തിൽ ഇതുപോലെ ലങ്കയിലേക്ക് ചാടുന്ന ഹനുമാനെ നമ്മൾ പലവട്ടം വായിക്കണ കാരണം അത് നമ്മുടെ മനസ്സിലുണ്ടാകും. അതുപോലെ ഈ വരാഹരൂപവും നമ്മളുടെ മനസ്സിലുണ്ടാകണം. വരാഹം, പന്നി എന്നൊന്നും പറഞ്ഞാൽ ഒട്ടും നികൃഷ്ടമൊന്നുമല്ല. ഭഗവാന്റെ എല്ലാ സൃഷ്ടികളും നല്ലത് തന്നെയാണ്, ശ്രേഷ്ഠങ്ങൾ തന്നെയാണ്. സൂകരത്തിൻ്റെ അല്ലെങ്കിൽ കോലത്തിൻ്റെ രൂപമാണ് ഭഗവാൻ ഇവിടെ സ്വീകരിച്ചത്. അത് ഗന്ധം പ്രധാനമായിട്ടുള്ളത് കൊണ്ടാണ്. ഭഗവാൻ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സകല ജീവജാലങ്ങളിലും ഭഗവാനെ മനസ്സാ നമ്മൾ ദർശിക്കുകയും വേണം.
അണുവിലും അണുവായിട്ട്, അതാണ് അണോരണീയാൻ, നമ്മിലൊക്കെ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മഹീയം, വലുതിലും വലുതായിട്ടും ഇവിടെ അങ്ങനെയല്ലേ വരാഹരൂപം എത്ര വലുതാണ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചില്ലേ. അങ്ങനെ മഹീയം സ്വീകരിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ ഇതാ കാരണജലത്തിലേക്ക് എടുത്തു ചാടി. ഊർധ്വപ്രസാരി പരിധൂമ്രവിധൂതരോമാ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖ ഘോരഘോണ തൂർണപ്രദീർണജലദ പരിഘൂർണദക്ഷ്ണ സ്തോത്ര്യുന്മുനീൻ ശിശിരയന്നവതേരിധത്വം. അടുത്ത 3 ശ്ലോകത്തിലാണ് ഇളകി മറിയണ സമുദ്രത്തിൻ്റെ ഉള്ളിൽ കൂടി ഭയങ്കര ഗർജനം ഉണ്ടാക്കിക്കൊണ്ട് ഭഗവാൻ ഇങ്ങനെ ഭൂമിയെ അന്വേഷിക്കുന്നു. അങ്ങനെ പാതാളത്തിൻ്റെ അടിയിൽ വെച്ചിരുന്ന ഭൂമിയെ കണ്ടുപിടിച്ചു. വളരെ ലാഘവത്തോടുകൂടി തൻ്റെ തേറ്റയുടെ അറ്റം കൊണ്ട് പൊക്കിയെടുത്ത് മുകളിലേക്ക് ഇങ്ങനെ വരുന്നതാണ്. നമുക്ക് നാളെ നോക്കാം. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.